എന്നെ ഉപദേശിക്കാൻ നീ ആരാ? ശരത്തിനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാൻ എന്ത് യോഗ്യതയാ നിനക്കുള്ളത്? ഇനി നിന്റെ ഉപദേശം കൊണ്ട് എന്റെ അടുത്തേക്ക് വന്നാലുണ്ടല്ലോ, അപ്പൊ കാണിച്ചു തരാം ഈ ശ്രീലക്ഷ്മി ആരാണെന്ന്. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഋഷിക്ക് ശ്രീലുവിന്റെ സ്വഭാവം നന്നായിട്ടറിയാം. താനിനി എന്തൊക്കെ അങ്ങോട്ട് പറഞ്ഞാലും അവളുടെ തലയിൽ കയറാനും പോകുന്നില്ല എന്ന് അവന് മനസ്സിലായി. അങ്ങനെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഋഷിയും ശ്രീലുവും രണ്ടു വഴിക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് ശരത്ത് ദേഷ്യത്തോടെ അങ്ങോട്ട് വന്നത്. എടാ മോനെ, അങ്ങനെ അങ്ങ് പോയാലോ? വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവാന്ന് കരുതി. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞിട്ട് നീ പോയാ മതി. നീ എന്നെ കുറിച്ച് പറഞ്ഞു നോക്കെ, എന്റെ മുഖത്ത് നോക്കി പറ. ഞാൻ കൊടുത്തതിനേക്കാൾ ഒറിജിനലോ? ലച്ചുവിന് മുത്തുമാല വാങ്ങിച്ചു കൊടുക്കാനാണോ പോകുന്നത്? കയ്യിൽ 10 പൈസയില്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല.